നമസ്കാരം. സമഗ്രമായ വാർത്തകളുമായി ന്യൂസ് ലഞ്ച് തുടങ്ങുന്നു. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. ഇടുക്കിയിൽ പൂച്ചപ്രയിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും, ഒരാൾക്ക് പരിക്ക്. കോഴിക്കോട് കക്കയത്തും ഉരുൾപൊട്ടി. കനത്ത മഴയിൽ തൃശൂർ നഗരം വെള്ളത്തിൽ. കൊച്ചിയിൽ വെള്ളക്കെട്ടിനെതിരായ പ്രതിഷേധത്തിൽ സംഘർഷം. കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. റോഡ് ഉപരോധിച്ച് ജനം. KMRLന്റെ നിർമ്മാണവും തടഞ്ഞു. വെള്ളക്കെട്ടിൽ ആലുവയിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെട്ടു. സമസ്ത എന്ന് പറയുന്നത് മുസ്ലിങ്ങളിലെ ഒരു വിഭാഗത്തിൻ്റെ ഒരു ആത്മീയ നേതൃത്വം ഉള്ള ഒരു സംഘടനയാണ്. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾക്കും അതിൽ പ്രവർത്തിക്കാൻ കഴിയും. അത് മതപരമായ കാര്യങ്ങളിൽ വിധി പറയേണ്ട ഒരു ആധികാരിക സംഘടനയാണ് സമസ്ത. അവർ കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ ഒരുപാട് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി വരുന്നുണ്ട്. അതുപോലെയൊക്കെ ഒരുപാട് പള്ളികൾ നിയന്ത്രണമൊക്കെ അവരുടെ. മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെ ലീഗ് അനുകൂല പ്രസ്താവന വിവാദത്തിൽ. ലീഗും സമസ്തയും ഒന്നിച്ചു പോകണമെന്ന് അഹമ്മദ് ദേവർകോവിൽ. ലീഗിനും സമസ്തയ്ക്കും ഇടയിൽ വിള്ളൽ വരുത്താൻ ഛിദ്രശക്തികൾ ശ്രമിക്കുന്നുവെന്നും INL നേതാവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ടം പുരോഗമിക്കുമ്പോൾ പോളിംഗ് മന്ദഗതിയിൽ. വിധിയെഴുതുന്നത് വാരാണസി അടക്കം 57 മണ്ഡലങ്ങൾ. ബംഗാളിൽ പോളിംഗിനിടെ അക്രമം. ജാദവ്പൂരിൽ ഏറ്റുമുട്ടി CPIM പ്രവർത്തകരും സെക്യുലർ ഫ്രണ്ട് പ്രവർത്തകരും. സൗത്ത് 24 പർഗാനാസ് ജില്ലയിൽ വോട്ടിംഗ് മെഷീൻ കുളത്തിലെറിഞ്ഞ് ആൾക്കൂട്ടം. അവയവ കച്ചവടത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. ഏജന്റുമാർ നിരവധി പേരെ കൊണ്ടുപോയതായി വൃക്ക നൽകിയ ഇടുക്കി സ്വദേശി കണ്ണൻ. ഏജന്റിന്റെ പേര് വെളിപ്പെടുത്തിയാൽ ജീവൻ അപകടത്തിലാകുമെന്നും കണ്ണൻ. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. കൊച്ചി അവയവക്കടത്തിലെ പ്രധാന കണ്ണിപ്പിടി. ബൽറാം രാംപ്രസാദിനെ പ്രത്യേക സംഘം പിടികൂടിയത് ഹൈദരാബാദിൽ നിന്ന്. അവയവക്കടത്തിന് ഇരയായവരിൽ ഏറെയും ഹൈദരാബാദ്, തമിഴ്നാട് സ്വദേശികൾ. ബൽറാം പിടിയിലായത് സാബിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലെ പരിശോധനയിൽ. ക്യാബിൻ ക്രൂവിനെ ഉപയോഗിച്ചുള്ള സ്വർണ്ണക്കടത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കടത്തുന്നവർക്ക് ലഭിച്ചിരുന്നത് 2 ലക്ഷം രൂപ വീതം. സ്വർണത്തിനു പുറമെ വിദേശ കറൻസികളും കടത്തിയിരുന്നതായി അറസ്റ്റിലായ സുഹൈൽ. അന്വേഷണം നെടുമ്പാശ്ശേരിയിലേക്കും തിരുവനന്തപുരത്തേക്കും വ്യാപിപ്പിക്കാൻ DRI. ഭക്ഷ്യവിഷബാധ ആരോപിച്ച് ആലപ്പുഴയിൽ ഹോട്ടൽ അടിച്ചു തകർത്ത സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വധശ്രമത്തിന് കേസ്. CPO KF ജോസഫിനെതിരെ ഉദ്യോഗസ്ഥതല നടപടിക്കും സാധ്യത. ജോസഫിന്റെ മുൻകാല പ്രവൃത്തികൾ അന്വേഷിക്കാൻ നിർദ്ദേശം. കോഴിക്കോട് ഹോട്ടലിലെ മാലിന്യ ടാങ്കിൽ വീണ് തൊഴിലാളികൾ മരിച്ചതിൽ അസ്വാഭാവിക മരണത്തിന് കേസ്. ഹോട്ടൽ ഉടമയുടെയും കെട്ടിട ഉടമയുടെയും മൊഴി രേഖപ്പെടുത്തും. തൊഴിലാളികളെ മാലിന്യ ടാങ്കിലിറക്കിയത് സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെ. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും ജാമ്യത്തിൽ വിട്ടു. അന്വേഷണ സംഘത്തിന് മുന്നിൽ കുറ്റങ്ങൾ നിഷേധിച്ച് അമ്മ ഉഷാകുമാരിയും സഹോദരി കാർത്തികയും.
പോലീസിനു മുന്നിൽ ഹാജരായത് ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി. വയനാട് ചെമ്പ്ര പീക്ക് ഇക്കോ ടൂറിസം ഫണ്ട് തിരിമറിയിൽ നടപടി. VSS സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തു. നടപടി DFO മാർട്ടിൻ ലോവലിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. അസമിനെയും മണിപ്പൂരിനെയും ദുരിതത്തിലാക്കി വെള്ളപ്പൊക്കം. മരണം 53. ദുരിതം റെമാൽ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയിൽ 5 ലക്ഷത്തോളം പേരെ മഴക്കെടുതി ബാധിച്ചതായി റിപ്പോർട്ട്. സ്വാതി മലിവാൾ കേസിൽ വിഭവ് കുമാർ റിമാൻഡിൽ. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് ഡൽഹി ടീസ് ഹസാരി കോടതി. ബോളിവുഡ് താരം സൽമാൻ ഖാനെതിരെ വീണ്ടും വധശ്രമ ഗൂഢാലോചന. സൽമാൻ ഖാന്റെ കാർ ആക്രമിക്കാൻ ലോറൻസ് ബിഷ്ണോയ് സംഘം ഗൂഢാലോചന നടത്തിയെന്ന് നവി മുംബൈ പോലീസ്. 4 പേർ അറസ്റ്റിൽ. ആക്രമണം നടത്താൻ പദ്ധതിയിട്ടത് പാകിസ്ഥാൻ ആയുധ വിതരണക്കാരനിൽ നിന്ന് ലഭിച്ച ആയുധങ്ങൾ ഉപയോഗിച്ചെന്ന് പോലീസ്. T20 ലോകകപ്പിന് നാളെ തുടക്കം. ആദ്യ മത്സരത്തിൽ ആതിഥേയരായ അമേരിക്ക കാനഡയെ നേരിടും. മത്സരം രാവിലെ 6-ന് ടെക്സസിൽ. ഇന്ത്യക്ക് ഇന്ന് ബംഗ്ലാദേശിനെതിരെ സന്നാഹ മത്സരം. T20 ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മത്സരം ഇന്ന് രാത്രി 8-ന്. ഇന്ത്യയുടെ ഏക സന്നാഹ മത്സരമാണിത്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളെ ഇന്നറിയാം. ഫൈനലിൽ റയൽ മാഡ്രിഡ് ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ നേരിടും. 15ാം കിരീടം ലക്ഷ്യമിട്ട് റയൽ. മത്സരം ഇന്ന് അർദ്ധരാത്രി 12:30 വെംബ്ലിയിൽ. ഗൗതം ഗംഭീറിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുഖ്യ പരിശീലകനായി നിയമിക്കുമെന്ന് റിപ്പോർട്ട്. IPL കിരീട നേട്ടത്തിന് ശേഷം ജയ്ഷ ചർച്ച നടത്തിയെന്ന് BCCI വൃത്തങ്ങൾ. ഗംഭീർ പരിശീലകനായെത്തുക ലോകകപ്പിന് ശേഷം ദ്രാവിഡിന്റെ പകരക്കാരനായി.